മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം റദ്ദാക്കിയതിനെതിരെ ബംഗാളിന്റെ ഹർജി പരിഗണിക്കവെയാണ് നിരീക്ഷണം. മതാടിസ്ഥാനത്തിലല്ല, സമുദായങ്ങളുടെ പിന്നാക്കാവസ്ഥ അടിസ്ഥാനമാക്കിയാണ് സംവരണം നൽകിയതെന്ന് ബംഗാളിന്റെ അഭിഭാഷകൻ കപിൽ സിബലും പറഞ്ഞു. എസ് നന്ദഗോപനുണ്ട് ഡൽഹിയിൽ നിന്നും. നന്ദൻ, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? രജനി, മുസ്ലിം വിഭാഗത്തിൽ അടക്കം 77 വിഭാഗങ്ങളെ OBC സംവരണത്തിൽ ഉൾപ്പെടുത്തിയ കൽക്കട്ട സർക്കാരിന്റെ നിയമ നടപടികൾക്കെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. പട്ടികജാതി, പട്ടികവർഗം ഒഴികെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കായി പശ്ചിമ ബംഗാൾ 2019 മുതൽ നൽകിയ സർട്ടിഫിക്കറ്റുകൾ കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയ വിധിയുണ്ടായിരുന്നു. ആ വിധിക്കെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പശ്ചിമ ബംഗാൾ സർക്കാർ പോയതും ഇപ്പോൾ കനത്ത പ്രഹരമേക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. OBC സർട്ടിഫിക്കറ്റുകൾ നൽകിയ പ്രക്രിയയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജിയിലായിരുന്നു നേരത്തെ കൽക്കട്ട ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. അതായത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 77 വിഭാഗങ്ങളെ OBC സംവരണത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് OBC സർട്ടിഫിക്കറ്റുകൾ നൽകി, അതേപോലെ തന്നെ അർഹതപ്പെട്ടവർക്ക് തൊഴിൽ നൽകാതെയും അതേപോലെ തന്നെ OBC സർട്ടിഫിക്കറ്റുകൾ നൽകാതെയും ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം കൃത്യമായി ചാലുകീറി സർക്കാർ പദങ്ങളിലേക്കും അതേപോലെ തന്നെ അവർക്ക് മറ്റ് സംവരണത്തിന്റെ ആനുകൂല്യങ്ങളും മറ്റും നൽകിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു 2011 മുതൽ, അതായത് മമതാ സർക്കാർ അധികാരമേറ്റതിൽ പിന്നെ പശ്ചിമ ബംഗാളിൽ കാണാൻ കഴിഞ്ഞത്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മമതാ സർക്കാരിന്റെ പ്രവൃത്തിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രൂക്ഷമായ വിമർശനമായിരുന്നു ഇതിനെതിരെ ഉയർത്തിയിരുന്നത്. അതിനെതിരെ കൽക്കട്ട ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി വന്നു. അവിടുന്ന് ഡിവിഷൻ ബെഞ്ച് ഇത് റദ്ദാക്കി. അങ്ങനെയാണ് പശ്ചിമ ബംഗാൾ സർക്കാർ ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ അംഗീകരിക്കാതെ സുപ്രീം കോടതിയിലും എത്തിയത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത പ്രഹരം തന്നെയാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന് ഏറ്റത്. സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മത അടിസ്ഥാനത്തിലല്ല സംവരണം നൽകേണ്ടത് എന്നുള്ളതാണ്. അർഹമായ കരങ്ങളിലേക്ക് തന്നെ സംവരണം എത്തണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഏതായാലും മമതാ സർക്കാരിനേറ്റ ഒരു വലിയ പ്രഹരം എന്നുള്ളതാണ് ഈ ഒരു വിധിയെ നോക്കിക്കാണേണ്ടത്. മാത്രമല്ല, അനർഹമായി മുസ്ലിം സംവരണം നൽകിക്കൊണ്ട് വീണ്ടും തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നു പോകാം എന്നുള്ള മമതയുടെ സ്വപ്നങ്ങൾക്കേറ്റ ഒരു കനത്ത തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം റദ്ദാക്കിയതിനെതിരായ ബംഗാളിന്റെ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രധാനമായ നിരീക്ഷണം. എസ് നന്ദഗോപൻ വിവരങ്ങൾ നൽകിയത്.